നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാലും ഇതുപോലെ മറ്റ് പലരും വന്ന് അഭിപ്രായങ്ങൾ പറയും. അവരുടെ ശരിയെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം, എല്ലാവരുടെ അഭിപ്രായം മനസ്സിലാക്കണം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പച്ചക്കറി കട തുടങ്ങുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഒരു യുവാവ് ഒരു ചന്തയിൽ ഒരു പച്ചക്കറി കട തുടങ്ങുകയാണ്. ആ സമയത്ത് കടയുടെ പണിയൊക്കെ പൂർത്തിയായി. പലരും പല അഭിപ്രായങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ കടയുടെ മുമ്പിൽ മനോഹരമായൊരു ബോർഡ് വെക്കണം. അങ്ങനെ അദ്ദേഹം വളരെ നല്ലൊരു ബോർഡ് അവിടെ വെക്കുകയാണ്. ആ ബോർഡിൽ അദ്ദേഹം എഴുതി വെച്ചു, നല്ല ഇനം പച്ചക്കറികൾ വിൽക്കപ്പെടും, പ്രൊപ്രൈറ്റർ വിനയൻ. ആ സമയത്താണ് മറ്റൊരു വ്യക്തി വന്ന് ഇയാളോട് പറയുകയാണ്, നോക്കൂ, നിങ്ങൾ ഇവിടെ നല്ല ഇനം പച്ചക്കറി എന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? കാരണം നല്ല ഇനം പച്ചക്കറികൾ എന്ന് പറയുമ്പം ഇവിടെ ചീത്ത പച്ചക്കറി എന്നുള്ളൊരു കൺസെപ്റ്റ് ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഇനം എന്നുള്ളത് അവിടെ വേണമെന്നില്ല, പച്ചക്കറി വിൽക്കപ്പെടും എന്ന് പോരെ. അദ്ദേഹത്തിന് അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ വിനയൻ അത് വെട്ടിമാറ്റുകയാണ്. പച്ചക്കറികൾ വിൽക്കപ്പെടും, പ്രൊപ്പറേറ്റർ വിനയൻ എന്ന് എഴുതിച്ചു. ആ സമയത്താണ് മറ്റൊരാൾ വന്ന് അദ്ദേഹത്തോട് പറയുന്നത്, ഇത് കണ്ടാൽ ആൾക്കാർക്ക് അറിയില്ലേ ഇത് പച്ചക്കറിയാണെന്നുള്ളത്, ഇവിടെ പച്ചക്കറി എന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് അത് ഒരു അനാവശ്യമാണെന്ന് തോന്നുന്നു. അത് വിനയന് തോന്നി. അങ്ങനെ വിനയൻ ആ വാക്കും അതിൽ നിന്ന് മായ്ച്ചു കളയാണ്. വിൽക്കപ്പെടും, പ്രൊപ്പറേറ്റർ വിനയൻ എന്ന് എഴുതി വെച്ചു. മൂന്നാമത്തെ ഒരാൾ വന്ന് വിനയനോട് പറയാണ്, നോക്കൂ, ഈ പച്ചക്കറി നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാനല്ല എന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് അറിയില്ലേ, നിങ്ങൾ ഒരു കടയിട്ട് ഇരിക്കുന്ന സമയത്ത് വിൽക്കാനാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ വിൽക്കപ്പെടും എന്നുള്ള ആ വാക്ക് അവിടെ ഒരു അനാവശ്യമാണെന്ന് തോന്നുന്നു, അതവിടെ വേണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഉടനെ വിനയൻ അതും അയക്കുകയാണ്. വലിയൊരു ബോർഡിൽ അവസാനം പ്രൊപ്പറേറ്റർ വിനയൻ എന്ന് മാത്രമേ ഉള്ളൂ. നാലാമത് വരുന്നൊരു വ്യക്തി വിനയനോട് ചോദിക്കുകയാണ്, വലിയൊരു ബോർഡില്ലേ ഇവിടെ, എന്തിനാണ് അടിയിൽ പ്രൊപ്പറേറ്റർ വിനയൻ എന്ന് മാത്രം എഴുതി വെച്ചത്? ഇവിടെ നല്ല ഇനം പച്ചക്കറികൾ വിൽക്കപ്പെടും എന്ന് നിങ്ങൾക്ക് എഴുതി വെച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. വീണ്ടും വിനയൻ ആ വാക്കുകൾ അവിടെ എഴുതി വെക്കുകയാണ്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയാലും ഇതുപോലെ മറ്റ് പലരും വന്ന് അഭിപ്രായങ്ങൾ പറയും. അവർ പറയുന്ന അഭിപ്രായം അവരെ പെർസ്പെക്റ്റീവിൽ, അവരുടെ ഒരു ചിന്തയിൽ, അവരുടെ ഒരു ശരിയിലാണ് അവർ അഭിപ്രായം പറയുന്നത്. ഓരോരുത്തരെയും പെർസെപ്ഷൻ വേറെയാണ്. നിങ്ങളെ ശരി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഭിപ്രായങ്ങൾ മുഴുവൻ കേൾക്കുക. ആ കാലഘട്ടം, ആ സാഹചര്യം, ആ ഒരു സമയം, ഇതെല്ലാം കൂടി നമ്മൾ നോക്കിയിട്ടാണ് ഒരു കാര്യം അവിടെ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് ശരിയും തെറ്റുകളും വേറെയാണ്. അവരുടെ ശരിയെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ ശരിയാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമ്മൾക്ക് തന്നെ വേണം. പലപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കരുത് എന്നല്ല പറയുന്നത്, എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം, എല്ലാവരുടെ അഭിപ്രായം മനസ്സിലാക്കണം. അതിന് ആ സാഹചര്യവുമായി, ആ ഒരു സന്ദർഭവുമായി എത്രത്തോളം യോജിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ളൊരു യുക്തി നമ്മൾക്ക് ഉണ്ടാവണം എന്നാണ് പറഞ്ഞു വന്നത്. നമ്മളെ യുക്തിയാണ് ആ ശരിയെ തീരുമാനിക്കേണ്ടത്. അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ. പലരും അവരുടെ അഭിപ്രായങ്ങളാണ്, അവരുടെ അറിവുകളാണ് ഷെയർ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. പക്ഷേ അത് നമുക്ക് നല്ലതാണോ, നമ്മൾക്കതാണോ അവിടെ വേണ്ടത് എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു യുക്തി നമ്മൾക്കുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.